Hello everyone, welcome to LearnMate Academy. I am Manaka Sundosh, your online teacher. നമ്മളുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എക്സാം എഴുതാൻ പോകുന്ന ഒരുപാട് സ്റ്റുഡൻസ് എന്നോട് ചോദിച്ചൊരു കോമൺ ഡൗട്ടാണ് കേട്ടോ. അതായത് എക്സാം എഴുതാൻ നമുക്ക് നമ്മുടെ സ്കൂളിൽ തന്നെയാണോ കിട്ടുക അതോ വേറെ സ്കൂളിലേക്കാണോ നമ്മൾ പോവേണ്ടത് എന്നുള്ളത്. സോ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അതിന് മുമ്പായിട്ട് എനിക്ക് പറയാനുള്ളത്, ആദ്യമായാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതോടൊപ്പം തന്നെ നമ്മൾ ഈ ഒരു ചാനലിൽ ഓൺലൈൻ ട്യൂഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ബാച്ചിൻ്റെ ക്ലാസ്സസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ ഇനി ആർക്കെങ്കിലും ഇൻട്രസ്റ്റഡ് ആണ് ബാച്ചിന് ചേരാൻ എന്നുണ്ടെങ്കിൽ തീർച്ചയായും കോൺടാക്ട് ചെയ്യണം. കോൺടാക്ട് നമ്പർ കൂടെ ഞാനിവിടെ കൊടുക്കുന്നുണ്ട്, 7012787895. അപ്പം നിങ്ങളുടെ കോമൺ ഡൗട്ടായ എക്സാം നമ്മുടെ സ്കൂളിൽ തന്നെ ആയിരിക്കുമോ നടത്തുക, അല്ലെങ്കിൽ വേറെ സ്കൂളിൽ പോകണോ എന്ന് ചോദിക്കുന്നവർക്കുള്ള ഉത്തരം ഞാൻ പറഞ്ഞു തരാം. എക്സാം നമ്മുടെ സ്കൂളിൽ തന്നെ ആയിരിക്കില്ല നടക്കുക. നമ്മൾ വേറെ സ്കൂളിൽ പോയിട്ട് വേണം എക്സാം അറ്റൻഡ് ചെയ്യാനായിട്ട് വരുന്നത്. അപ്പോൾ വരുന്നൊരു കോമൺ ഡൗട്ട് അല്ലെ, വേറെ സ്കൂൾ എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസും കാര്യങ്ങളൊക്കെ ഉള്ള സ്റ്റുഡൻസ് ആണെങ്കിൽ എന്ത് ചെയ്യണം, നമുക്ക് വീണ്ടും ട്രാൻസ്ഫർ ചെയ്ത് മാറ്റാൻ പറ്റുമോ എന്നുള്ളതൊക്കെ. അങ്ങനെ ഒരു ഓപ്ഷനും ഇവിടെ അവൈലബിൾ അല്ല. നമുക്ക് ഏത് സ്കൂളിലാണോ എക്സാം എഴുതാനായിട്ട് കിട്ടിയ ലൊക്കേഷൻ അവിടെ തന്നെ പോയി നിങ്ങൾ ഡെഫിനറ്റ് ആയിട്ട് എക്സാം അറ്റൻഡ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. പിന്നെ നിങ്ങൾ അടുത്തൊരു കാര്യം അറിയാൻ വേണ്ടി മാത്രം പറഞ്ഞു തരികയാണ്, നമ്മുടെ ഈ ഒരു വർഷം സിലബസ് മാറിയിട്ടില്ല. അടുത്ത വർഷം അങ്ങനെ ആയിരിക്കില്ല, നമ്മുടെ സിലബസ് മാറും. സോ അടുത്ത മാർച്ചിൽ അല്ലെങ്കിൽ ജൂണിൽ എഴുതാം എന്ന് തീരുമാനിച്ചിരിക്കുന്ന സ്റ്റുഡൻസിന് മേ ബി സിലബസ് മാറാനൊക്കെ ചാൻസസ് അവൈലബിൾ ആണ്. സോ നിങ്ങൾ എന്ത് ചെയ്യണം, ഡെഫിനറ്റ് ആയിട്ട് ഈ ഒരു മാസം തന്നെ നന്നായി ഹാർഡ് വർക്ക് ചെയ്ത് പഠിച്ച് എങ്ങനെയും പാസ്സാവുക, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ചൊരു മാർക്കിലേക്ക് എത്താനായിട്ട് ശ്രമിക്കണം. അതുപോലെ തന്നെ നിങ്ങൾ എക്സാം ഏത് പേപ്പറാണ് എഴുതുന്നത് എന്നുണ്ടെങ്കിൽ അത് തീർച്ചയായും കമൻറ്റ് സെക്ഷനിൽ അറിയിക്കാൻ കൂടി ശ്രദ്ധിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട കൂടുതൽ ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. സോ ഇതുപോലെയുള്ള ഇൻഫോർമേഷൻസ് കൃത്യമായി ലഭിക്കാനായിട്ട് ഓൾറെഡി ഒരു വാട്സപ്പ് ഗ്രൂപ്പ് കൂടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ആണെങ്കിൽ തീർച്ചയായും ജോയിൻ ചെയ്യണം. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് കൊടുക്കുന്നുണ്ട്. വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.